5-6 മിനിറ്റിൽ എൻ്റെ പ്രസംഗം തീർച്ചയായിട്ടും ഞാൻ അവസാനിപ്പിക്കാം. വളരെ വൈകിയിരിക്കുകയാണ്. പക്ഷെ വൈകാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുണ്ടാക്കുന്നതാണ് എന്നതുകൊണ്ട് നാം എല്ലാം ആഹ്ലാദിക്കുകയാണ്. ഡോക്ടർ സുനിൽ സാറിൻ്റെ അതിമനോഹരമായ ഹൃദയസ്പർശിയായ പ്രസംഗമാണ്. അതിൻ്റെ സാഹിത്യ ഭംഗിയേക്കാൾ അത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ കീഴടക്കി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സർവകലാ വല്ലഭനാണ് എന്നിവിടെ തെളിയിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു പ്രസംഗകൻ മാത്രമല്ല, പ്രാസംഗികൻ തെറ്റാണെന്ന് പറയാറുണ്ട്, പ്രസംഗകനാണ് ശരി എന്നാണ് ഇത് പറയാറുള്ളത്. പ്രാസംഗികൻ തെറ്റാണെന്ന് പറയാറുണ്ട് ഭാഷയിൽ. അപ്പോൾ അദ്ദേഹം ഒന്നാന്തരം പ്രസംഗകൻ മാത്രമല്ല, നല്ലതുപോലെ പാടാൻ കഴിവുള്ള വ്യക്തിയാണ്, നല്ല കവിയുമാണ്. അദ്ദേഹം കവിയരങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ തന്നെയും അതിമനോഹരമായി കവിതയെല്ലാം അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു വലിയ അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം പ്രസംഗിച്ച നമ്മുടെ ശ്രീദേവി മാഡം വളരെ സോഫ്റ്റായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പ്രസന്നമായി നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരുന്നൊരു വ്യക്തിയാണ്. അവരുടെ ഒരുപാട് പ്രസംഗങ്ങൾ കുറേ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിന് അതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ സുനിൽ സാറും നല്ല പ്രസംഗകനാണ്. അദ്ദേഹം സാധാരണ ഈ 10 മിനിറ്റ് കൊണ്ട് നിർത്താറില്ല. ഒരു മണിക്കൂറെങ്കിലും അദ്ദേഹം അതിമനോഹരമായി പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. അതുകൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സ്നേഹദൗർലഭ്യം കൊണ്ടായിരിക്കും അദ്ദേഹം അത് പോകാതെ. ആമുഖമായി ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കഴിഞ്ഞ കൊല്ലവും അക്ഷരദീപത്തിൻ്റെ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ സൗഭാഗ്യം ലഭിച്ചു. നമ്മുടെ പ്രസിഡൻറ്റ് ശശികുമാർ സാറ് നല്ലൊരു കലാകാരൻ കൂടിയാണ്. അദ്ദേഹം കലകളെ ആസ്വദിക്കുകയും അതുപോലെ തന്നെ ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ബാബു സാറും അതുപോലെ തന്നെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൊട്ടേഷൻസ്, കോട്ട്സ് നമുക്ക് ഈ ഗ്രൂപ്പുകളിലൊക്കെ ധാരാളമായി കാണാൻ സാധിക്കും. വലിയൊരു ഒറേഷ്യസ് റീഡറാണ് നമ്മുടെ സെക്രട്ടറി ബാബു സാറ്. അതുകൊണ്ട് ഈ വലിയൊരു കലാനിലയത്തിൻ്റെ വലിയൊരു നടനൊക്കെ ആയിരുന്നു നമ്മുടെ ശശികുമാർ സാറ്. അപ്പോൾ ഇവരൊക്കെ നയിക്കുന്ന ഈ റിബിയന്നെ വിഷ്ണുനഗർ റെസിഡൻസ് അസോസിയേഷൻ മേൽക്കുമേൽ പുരോഗതി പ്രാപിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ അക്ഷരദീപം എന്ന് പറയുന്നത് പ്രധാനമായും എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. അതിൽ വളരെ മികവോടുകൂടി വിജയിച്ച കുട്ടികളെ ആദരിക്കാനാണ് സത്യത്തിൽ ഈ ചടങ്ങ് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഈ അഭിനന്ദനത്തിന് അർഹത ഇല്ലാതെ പോയ കുട്ടികൾ വിഷമിക്കേണ്ടതില്ല. ജീവിതം ഒരു ചെറിയ അവാർഡിലോ അല്ലെങ്കിൽ വലിയ അവാർഡിലോ ഒതുങ്ങുന്നതല്ല. ഒരുപാട് സാധ്യതകളുടെ മുൻപിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കിട്ടാതെ പോയവരും നിരാശപ്പെടേണ്ടതില്ല എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അവർക്കും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ. എന്നോട് ബാബു സാറ് പറഞ്ഞത് കുട്ടികളുടെ മൂല്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്കുള്ള മൂല്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് കവിതയെക്കുറിച്ച് സാഹിത്യത്തിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള വേദിയുമല്ല ഇത്. എല്ലാവരും വൈകി ഇരിക്കുകയാണ്. അല്പം ചില കാര്യങ്ങൾ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരു കുട്ടിക്ക് പഞ്ചശീലമെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. നെഹ്റുവും അതുപോലെ ചൗവൻലായും 2 പേരും കൂടി ചേർന്നുണ്ടാക്കിയ ഉടമ്പടിയാണ് പഞ്ചശീലം. ആ പഞ്ചശീലത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കുണ്ടായിരിക്കേണ്ട പഞ്ചശീലങ്ങൾ അത് അതിനോടനുബന്ധിച്ച് ഒരുപാട് ഗുണങ്ങൾ കുട്ടികൾക്കുണ്ടാകണം. ഞങ്ങളുടെയൊക്കെ കാലഘട്ടമല്ല. ഞങ്ങളുടെ സിലബസൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറങ്ങേണ്ടി കളിച്ചുകൊണ്ടും കിളിത്തട്ട് കളിച്ചുകൊണ്ടൊക്കെയാണ് സ്കൂളുകളിലേക്ക് പോകുക. സാറ് പറഞ്ഞ പോലെ ഞാൻ 4-4.5 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്താണ് പഠിച്ചത്. അന്ന് പഠിത്തമെന്ന് പറയുന്നത് സെക്കൻഡറിയും കളി എന്ന് പറയുന്നത് പ്രാഥമികവുമായിരുന്നു. അന്ന് അത്രേ പഠിക്കാനുള്ളൂ. സിലബസൊക്കെ അത്രേ ഉള്ളൂ. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു. ഇന്നത്തെ കുട്ടികളുടെ കാര്യം അതല്ല. വളരെയേറെ പഠിക്കാനുണ്ട്. വളരെ സമ്മർദ്ദം അവരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അവർക്ക്. ഈ പഠിക്കുന്ന കുട്ടികൾ തന്നെ പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊന്നും അവരുടെ കുഴപ്പമല്ല. പക്ഷെ വഴി തെറ്റാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വീട്ടുകാർ തന്നെയാണ്. പ്രാഥമികമായ ഉത്തരവാദിത്വം അച്ഛനമ്മമാർക്കാണ്. അധ്യാപകരും അതുപോലെ സമൂഹമൊക്കെ പിന്നീടേ വരുന്നുള്ളൂ. നീതിന്യായമൊക്കെ പിന്നീടേ വരുന്നുള്ളൂ. ഒരു കുട്ടിയുടെ ചലനം എന്താണ്, അവൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു മനസ്സിലാക്കാൻ പറ്റുന്ന ആദ്യത്തെ വ്യക്തികൾ അച്ഛനമ്മമാർ തന്നെയാണ്. അവർ കലഹിക്കുകയും മദ്യപിക്കുകയും മറ്റു കാര്യങ്ങളിൽ ഇടപെടുകയും കുട്ടികൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ് പലതരത്തിലുള്ള വൃത്തികേടുകളിലേക്ക് കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് വൃത്തികേടുകളെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് കുട്ടികൾക്ക് വേണ്ട പഞ്ചശീലത്തെക്കുറിച്ച് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ്. ആദ്യമായിട്ടൊരു
ഓണസ്റ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു സത്യസന്ധതയെന്നോ ഒക്കെ നമുക്ക് പറയാം. കുട്ടികൾ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ സത്യസന്ധരായിരിക്കണം. എങ്ങനെയാണ് ഒരാൾക്ക് സത്യസന്ധനായിരിക്കാൻ സാധിക്കുക? അതിൻ്റെ മാതൃക അച്ഛനമ്മമാർ നിന്ന് കിട്ടണം. അമ്മ അച്ഛനോട് കള്ളം പറയുന്നതും അച്ഛൻ അമ്മയോട് കള്ളം പറയുന്നതും വ്യക്തമായി അറിയാവുന്ന കുട്ടി സത്യസന്ധനായിരിക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ കുടുംബത്തിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. അച്ഛനും അമ്മയും ഒക്കെ അത് പാലിക്കണം. കുട്ടികളുടെ മുൻപിൽ അവരുടെ വിഴുപ്പലക്കാതിരിക്കുകയും കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയൊക്കെയാണ് ചെയ്യേണ്ടത്. ഓണസ്റ്റി, അത് ഗാന്ധിജിയെ പോലുള്ളവരുടെ ആത്മകഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേരുണ്ട്, ആത്മകഥകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സ്വഭാവം വളർത്തിയെടുക്കാൻ സാധിക്കും. ഓണസ്റ്റി. രണ്ടാമത്, നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ഇന്നത്തെ കാലത്ത് കഠിനാധ്വാനം ചെയ്യാതെ ഒന്നും നേടാൻ സാധിക്കുകയില്ല. ഹാപ്പി ഗോലൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കഠിനാധ്വാനം തന്നെ ചെയ്യണം. അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകാനുള്ള സമയമല്ല. പിന്നെ നമുക്ക് വേണ്ടത് ഹ്യൂമിലിറ്റിയാണ്. ധാർഷ്ട്യമുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റും കാണാം. 2 ഡോക്ടർമാരാണ് ഇരിക്കുന്നത്. അവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാർഷ്ട്യമുള്ളവരാണെന്ന് തോന്നുമോ? അവർ വിനയത്തിൻ്റെ മൂർത്തികളായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. 2 പേരും വിനയാന്വിതരായിട്ട്. അതെന്തുകൊണ്ട് സാധിക്കുന്നു? ഈ ധാർഷ്ട്യമില്ലായ്മയാണ്. വളരെ ചെറിയ നേട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ആരോ ആണ് എന്ന് വിചാരിച്ച് ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാം. ഏത് ഉയരങ്ങളിലെത്തിയാലും നമുക്ക് വിനയം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മുതിർന്നവർക്കും ഇതിൽ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ വിനയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ എന്നല്ല. ഞാൻ എൻ്റെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ എൻ്റെ നേട്ടങ്ങൾ അഹങ്കരിക്കാതിരിക്കുകയും വിനയമുണ്ടായിരിക്കുകയും ചെയ്യണമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ 2 മൗഢോദാഹരണങ്ങളാണ് ഈ ഇരിക്കുന്ന 3 പേരിൽ പറയുന്നത്. ശ്രീദേവി മാഡം വളരെ കാലമായിട്ട് കൗൺസിലറാണ്. അതുപോലെ തന്നെ 2 ഡോക്ടേഴ്സാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ വിനയം ഉണ്ടായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വേണ്ട പങ്ക്ച്വാലിറ്റിയാണ്. ഈ ഗുണങ്ങളെല്ലാം ചേർന്ന് വരണമെങ്കിൽ പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ 3 മണിക്ക് യോഗം തുടങ്ങുമെന്ന് പറഞ്ഞ് നമ്മൾ 3 മണിക്ക് തന്നെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ എത്തി എന്നുള്ള വലിയ പ്രസിഡൻറ്റും സെക്രട്ടറി അതുപോലെ തന്നെ നമ്മുടെ സാറുമൊക്കെ 3 മണിക്ക് തന്നെ എത്തി. പക്ഷേ യോഗം തുടങ്ങാൻ വൈകി പോകുന്നുണ്ട്. അത് നമ്മുടെ മലയാളികളുടെയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെയോ സവിശേഷതയാണ്. അത് 3 മണിയെന്ന് പറയുമ്പോൾ തന്നെ സംഘാടകർ കണക്കാക്കും. 4 മണിക്കേ തുടങ്ങുള്ളൂ എന്നൊരു സംഘാടകർ കണക്കാക്കും. അങ്ങനെ ഒരു ശീലമുണ്ട്. പക്ഷേ അത് വിദേശ രാജ്യങ്ങൾ എങ്ങനെയല്ല. ഞാൻ 1-2 വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലൊക്കെ പറയുന്നത് വളരെ 10 മണിയെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അങ്ങോട്ട് മാറില്ല. അത്ര കൃത്യനിഷ്ഠയാണ്. ഞാൻ ഈ കുട്ടികളുടെ കാര്യം പറയുന്നത് അവർ ഈ മീറ്റിങ്ങുകൾ പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ല. അവരുടെ പഠന കാര്യങ്ങളിൽ അവർ ഈ പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ പാലിക്കുക തന്നെ വേണം. കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യുക, സ്കൂളിൽ പഠിപ്പിക്കുക, മറ്റേ ആക്ടിവിറ്റീസും ഉണ്ട്. ഇതോടൊപ്പം തന്നെ അവർക്ക് നമ്മളെ കാരണം IAS-നെ കുറിച്ചോ LS-നെ കുറിച്ചോ അല്ലെങ്കിൽ SLC കഴിഞ്ഞതിന് ശേഷമോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമോ ഒക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഇന്നങ്ങനെയല്ല. ഇന്നൊരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്ക് തന്നെ അവരെവിടെ എത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ബോധമുണ്ടാകും. IAS ആണോ അതോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ അതിനുള്ള ട്രെയിനിങ്ങുകളും അവരപ്പോൾ തന്നെ തുടങ്ങുകയും ചെയ്യും. പിന്നെ വേണ്ടത് എയിമാണ്. നമ്മൾ എന്തെല്ലാം അധ്വാനിച്ചു കഴിഞ്ഞാലും ലക്ഷ്യബോധമില്ലെങ്കിൽ നമുക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. നമ്മൾ ഇഷ്ടപ്പെടാത്ത മേഖലകളിലായിരിക്കും എത്തിച്ചേരുക. നേരത്തെ ഞാൻ സാറോട് നേരത്തെ സംസാരിച്ച പോലെ ലിറ്ററേച്ചറിലും ഹിസ്റ്ററിയിലും ഒക്കെ താല്പര്യമുള്ളൊരു കുട്ടിയെ അച്ഛനമ്മമാർ നിർബന്ധിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ടെക്നോക്രാറ്റോ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ ജോലിയൊരു ആത്മാർത്ഥത ഉണ്ടാവുകയില്ല. പണം ഉണ്ടാക്കുക എന്നത് മാത്രമേ അയാളുടെ താല്പര്യമായിട്ട് മാറുകയുള്ളൂ. അയാൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലേക്ക് പോകാൻ കുട്ടികളുടെ ആഗ്രഹം കൂടി മനസ്സിലാക്കി വീട്ടുകാർ തയ്യാറാകണം, പരമാവധി തയ്യാറാകണം. എയിം ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടനുബന്ധിച്ച് പെർസിവറൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അതുപോലെ തന്നെ ചില കോട്ട്സ് കുട്ടികൾ വായിക്കേണ്ട പുസ്തകങ്ങളിൽ എന്തും വായിക്കുക എന്നാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ വായിക്കുക എന്നുള്ളത് മാത്രമാണ് അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് അത് പോരാ. എന്താണ് വായിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് 2 തരത്തിലുള്ള നല്ല കൃതികളും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കൃതികളും നമ്മളെ നശിപ്പിക്കുന്ന കൃതികളും ഇന്നുണ്ട്. ഇന്ന് നമ്മൾ ഗൂഗിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഒരാളെ വിഷം കൊടുത്ത് കൊല്ലാമെന്നും എങ്ങനെ ഒരാളെ രക്ഷിക്കാമെന്ന് 2ഉം കിട്ടും. അപ്പോൾ ഞാൻ വായിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിഷം കൊടുത്ത് കൊല്ലാനുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല.
അപ്പോൾ എന്താണ് വായിക്കേണ്ടത് എന്നുള്ളതിന് കുട്ടികൾക്ക് അറിവില്ലെങ്കിൽ മുതിർന്നവർ അത് പറഞ്ഞു കൊടുക്കണം. നല്ല വായനശാലകളിലൊന്നും കുട്ടികളാരും ചെല്ലുന്നില്ലെന്നാണ് പരാതി പറയുന്നത്. ഇഷ്ടംപോലെ പുസ്തകം നമ്മുടെ ഇടഗ്രാമ വായനശാലയിൽ തന്നെയുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ പോകുമ്പോൾ പറയാറുണ്ട്, കുട്ടികളാരും വരുന്നില്ല എന്നുള്ളതാണ് പരാതി. എന്ത് പറ്റി കുട്ടികൾക്കെന്ന് അറിയാൻ പറ്റില്ല. അവർ വായിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും മൊബൈലിൽ കൂടിയും ലാപ്ടോപ്പിൽ കൂടിയൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ വായിക്കുന്നത് എന്താണ് എന്നുള്ളത് നല്ല കൃതികളായിരിക്കണം, മോട്ടിവേഷൻ നൽകുന്ന കൃതികളായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ നിഷ്കർഷ പുലർത്തണം. വീട്ടുകാരത് ശ്രദ്ധിക്കണം. ഇവരുടെ വായനയിലാണ് സ്വാതന്ത്ര്യം എന്നും പറഞ്ഞിട്ട് കുട്ടികൾക്ക് തോന്നുന്നത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടെ. അത് വലിയ വിഷയമാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ വായിക്കാൻ അവർ വളരെ ശ്രദ്ധാപൂർവ്വം കൃത്യനിഷ്ഠയോടും കൂടി വേണ്ട കൃതികളാണ് വായിക്കേണ്ടത്. എല്ലാം വലിച്ചു വാരി വായിക്കേണ്ട കാര്യം ഇല്ല. പിന്നെ ഈ വായനയുമായി ബന്ധപ്പെട്ടും അതുപോലെ പ്രോവർബ്സ്, അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാരുടെ ജീവചരിത്രങ്ങൾ, അവരുടെ കൊട്ടേഷൻസ്, ഇതൊക്കെ കുട്ടികൾ തേടി പിടിച്ച് മനസ്സിലാക്കണം. ഒരു കൃതി ഇപ്പോൾ ലിയോ ടോൾസ്റ്റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 6 പീസ് മുഴുവൻ വായിക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് സമയം കിട്ടുകയില്ല, ട്യൂഷൻ പറ്റുക. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ജിസ്റ്റൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫിൽ 2 പാരഗ്രാഫിൽ അതിൻ്റെ സമ്മറിയും അതിൻ്റെ പ്രധാനപ്പെട്ട കോട്ടേഷൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ മൊബൈലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സർവ്വവിജ്ഞാന കോശം കൂടിയാണ്. സായാഹ്ന ശബ്ദധാരാവലി ഇതിനകത്തുണ്ട്. നമുക്ക് എന്തെങ്കിലും വാക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സംശയം തോന്നുകയാണെങ്കിൽ പഴയ തടിയും പുസ്തകം നോക്കേണ്ട കാര്യമില്ല, എല്ലാം ഇതിൽ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് കുഞ്ചിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അക്കിത്തത്തിൻ്റെ കവിത ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു. അല്ലെങ്കിൽ 4 വരി എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും നമ്മളെപ്പോഴും ചൊല്ലാറുണ്ട്, അത് ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മൊബൈലിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ചത് 2-3 കോട്ട്സും കൂടി പറഞ്ഞുകൊണ്ട് ചെറിയ ചില മോട്ടിവേഷൻ ഉപകരിക്കുന്ന നമ്മൾ ഇത് വളരെ കുറവ് 3-4 എണ്ണേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെ 1000 കണക്കിനുണ്ട്. ഇതൊക്കെ മൊബൈലിൽ കിട്ടും. നിങ്ങൾ മൊബൈലിൽ ഗെയിം കളിക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. അതുപോലെ സുനിൽ സാറിൻ്റെ മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലുണ്ടെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. അതുപോലെ ധാരാളം മോട്ടിവേഷണൽ ക്ലാസ്സുകൾ, എങ്ങനെ പ്രസംഗിക്കാം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർമ്മശക്തി നിലനിർത്താൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലാസ്സുകളിലൊക്കെ കിട്ടും. ഇതൊക്കെയാണ് കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ച് വായിക്കേണ്ടത്. ഇതിലൊരു കാലമുണ്ട്, നമ്മൾ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് എല്ലാവർക്കും അറിയാവുന്ന, കുട്ടികൾക്ക് പല കുട്ടികൾക്ക് അറിയണമെന്നില്ല. മുതിർന്ന തലമുറയിൽ എല്ലാവർക്കും കുഞ്ഞിന് ഭാഷ വരിക. ഈ വരികളുടെ ആഴം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഖണ്ഡകാവ്യത്തിൻ്റെ അത്രയും ശക്തി ഇതിനകത്തുണ്ട്. ഈ പറയുന്ന കാര്യത്തിനത് വളയും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വളഞ്ഞ കുട്ടികളെയാണ് നമ്മളിപ്പോൾ ചുറ്റുപാടും കാണുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും സെക്ഷൽ പെർവേർഷൻസിനും ഒക്കെ ആയിട്ട് വിധേയരായ കുട്ടികളെയാണ്. അതൊക്കെ വേണ്ട രീതിയിൽ നല്ലതുപോലെ വായിക്കേണ്ടത് വായിച്ച് വളരാത്തതിൻ്റെ ദോഷങ്ങളാണ്. അത് ഒരു വിജയൻ എന്നൊരു IPS ഓഫീസർ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്കൊന്ന് ഓർത്തു പോയതാണ്. അദ്ദേഹം 10ാം ക്ലാസ്സിൽ തോറ്റതാണ്. കൂലിപ്പണി ചെയ്തിട്ടാണ് പല കാലം ജീവിച്ചത്. പല തവണകളിലായിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. അദ്ദേഹം IPS ഓഫീസറായി. ഇത് വലിയ IPS ഓഫീസറാണ്. ADGPയുടെ റാങ്കാണെന്ന് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം അതിന് ശേഷം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പഠിക്കാൻ സൗകര്യമുണ്ടായി. അതിന് ശേഷം അദ്ദേഹം വായനയിൽ ശ്രദ്ധിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും. അതുപോലെ അൽഫോൻസ് കണ്ണന്താനം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഈ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വളരെ പൂറായിരുന്നത്, 222 മാർക്കോ മറ്റോ SSLCക്കുള്ളൂ. അദ്ദേഹത്തിന് വാശി തോന്നി അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ഡിക്ഷണറി മുഴുവൻ അദ്ദേഹം കാണാതെ പഠിക്കുന്ന പോലെ പഠിക്കുകയും ആ വാക്കുകൾ വരുന്ന ലേഖനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം പഠിച്ചു. അപ്പോൾ തുടർന്ന് വായിച്ചുകൊണ്ടേ ഇരിക്കുക, വായിക്കേണ്ട കൃതികൾ വായിക്കുക. അതുപോലെ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സ്ഥാപക നേതാവായ പിതാവായ PN പണിക്കർ സാർ പറഞ്ഞിട്ടുണ്ട്, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഇതൊക്കെ വെറും സ്വർണ്ണമുത്തുകളാണ്, പവിടം എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഇതിനകത്ത് ഒരുപാട് ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇതോടൊപ്പം നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ അന്യൻ്റെ ദുഃഖം നമ്മൾ അറിയണം. ഉള്ളൂരിനെ അദ്ദേഹം വോട്ട് ചെയ്യുകയുണ്ടായി. അടുത്ത് നിൽപ്പോ എന്ന് പറയാ 2 വരികൾ അദ്ദേഹം പറയുന്നത്. അതുപോലെ ലിയോ ടോൾസ്റ്റോയ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വേർഡ്സ് ഇങ്ങനെയാണ്: ഇഫ് യു ഫീൽ പെയിൻ യു ആർ അലൈവ്, ഇഫ് യു ഫീൽ അതർ പീപ്പിൾസ് പെയിൻ യു ആർ എ ഹ്യൂമൻ ബീയിങ്. ഒരു ഹ്യൂമൻ ബീയിങ്
ഫീഡിങ് ആവുക എന്നുള്ളതാണ് എന്തിനേക്കാളും ഏറ്റവും വലുതായിട്ടുള്ളത്. നമുക്കൊക്കെ ആഹാരം ഇന്നത്തെ കാലത്ത് ആഹാരം വളരെ കുറവാണ്. ഈ ജങ്ക് ഫുഡ് അല്ലാതെ ആഹാരം കഴിക്കുന്നവരൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് കഴിക്കുക. അതിനൊന്നും നമുക്ക് പൈസ അധികം ചിലവാകുന്നില്ല. കോടികൾ സമ്പാദിച്ചിട്ട് ഡെയിലി 1 കോടി രൂപ പലിശ കിട്ടുന്ന ആൾക്കാരുണ്ട്. 10,000 കോടി രൂപ സമ്പാദിക്കുകയാണെങ്കിൽ ഡെയിലി 1 കോടി രൂപ പലിശ കിട്ടും. അതല്ല നമുക്ക് ആവശ്യം. മറ്റുള്ളവരുടെ ദുഃഖം കണ്ടെത്താൻ നമുക്ക് സാധിക്കുക, നമുക്ക് അവരോട് സഹകരിക്കുക, എമ്പതി ഉണ്ടാവുക തുടങ്ങിയ ഗുണങ്ങളാണ് കുട്ടികൾ വളർന്നു വരേണ്ടത്. ഇനി കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുമാരനാശാൻ ഇത് മുൻപേ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ചിന്താവിഷ്ടയായ സീതയിൽ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, കലിവാർ നൽക പൊറുക്ക ഞാൻ നിലയാ ഓതിയ പൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടൂ. സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. എത്ര നല്ല മനുഷ്യനായാലും എത്ര സാത്വികനായാലും ചില സന്ദർഭങ്ങളിൽ അയാളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന റീലുകൾ നല്ലതായിരിക്കണമെന്നില്ല. പക്ഷേ അതിനെ നിയന്ത്രിച്ച്, കുതിരയെ നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിച്ച് നമ്മൾ നല്ല മാർഗത്തിൽ കൂടി സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ അല്ലാതെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ പല കുട്ടികളെയും അഫ്വാനെ പോലെയുള്ള ജനറേഷനായിരിക്കും വന്നു ചേരുക. അതോടൊപ്പം കുറച്ച് പ്രോവർബ്സ് ഉള്ളത്, ഒന്ന് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് അയാളുടെ ബാഹ്യമോടികളിൽ കൂടി ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് സുനിൽ സാറിനെ ഒന്ന് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗായകനാണ് നിങ്ങൾക്ക് തോന്നണമെന്നില്ല. ആ താടിയും ആ ഗൗരവവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുകയില്ല. ഓരോ വ്യക്തിയെയും അടുത്തറിയുമ്പോഴാണ്, അവരുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിനുള്ള എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറയും. കുട്ടികൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പഠിക്കേണ്ട വിഷയങ്ങൾ അതാത് സമയങ്ങളിൽ പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ പല മടങ്ങ് അവർ ഇമ്പോസ്റ്ററിനായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ പലതവണ പഠിക്കേണ്ടിയും പരീക്ഷകൾ തോൽക്കാനും സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറയും. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതെന്താണെന്ന് മുൻകൂട്ടി ആലോചിക്കണം. കുട്ടികൾ ഇപ്പോൾ ഒരു കോഴ്സിൽ ചേരുകയാണെങ്കിൽ ഇന്നയാൾ ചേർന്നിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരൻ ചേർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ചേരാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങൾക്കതിൽ എന്താണ് താല്പര്യം, എന്താണ് പാഷൻ, ഇതൊക്കെ നോക്കി വേണം ചെയ്യാൻ. അതുപോലെ തന്നെ എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. അതായത് എത്ര ദുഃഖകരമായ അവസ്ഥ വന്നാലും അതിലൊരു തെളിച്ചമുണ്ടായിരിക്കും, നല്ലൊരു കാലം വരും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഇരുണ്ട കാലം മാത്രമായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഓരോ ചൈൽഡും ഓരോ കുട്ടിയും അത് മനസ്സിലാക്കിയിരിക്കണം. ഇതിനെ സംബന്ധിച്ച് ഷെല്ലിയുടെ വിഖ്യാതമായ 2 വരികൾ കൂടി ഉണ്ട്. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ദുരിതപൂർണമായ ഒരു കാലഘട്ടം നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ട് നല്ല കാലം വരാതിരിക്കില്ല എന്നർത്ഥമില്ല. നല്ല കാലം അടുത്ത് തന്നെ വരും. അപ്പോൾ കുട്ടികൾ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളൊക്കെ മറന്ന് അവരുടെ ഭാവിയിലേക്ക് വേണ്ടി നല്ലതുപോലെ പഠിച്ച് ഉയരാൻ അവർ ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതോടൊപ്പം ചിരിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അക്കിത്തത്തിന് 4 വരി എനിക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം. അതുപോലെ തന്നെ പുഞ്ചിരി, അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, അതാണ് ഈ സ്ട്രൈക്ക് ചെയ്ത് കവിത വായിച്ചു. ഒരു പുഞ്ചിരിക്കായി ചിലവാക്കവേ ഹൃദയത്തിലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഈ വരി നമ്മൾ ചില്ലിട്ട് വെക്കേണ്ടതാണ്. ഇതിനകത്ത് ഹ്യൂമാനിറ്റിയുണ്ട്, ഹ്യൂമിലിറ്റിയുണ്ട്, കരുണ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരം ഇത് 4 മാത്രമേ, ഇതുപോലെ ധാരാളം കൊട്ടേഷൻസ് കിട്ടും. ഇതിൻ്റെ ഉദാഹരണത്തിന് ചിന്താവിഷ്ട മുഴുവൻ വായിച്ച് നിങ്ങൾക്ക് അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇതൊക്കെ മൊബൈൽ അടിച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആശയങ്ങൾ കിട്ടും. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് പഠിക്കുക, നല്ല കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുക. എല്ലാ കുട്ടികൾക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ. വിഷ്ണുനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ നല്ല നിലയ്ക്ക് എത്തട്ടെ. നാളത്തെ IAS-കാരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ഒക്കെ ആയി വളരാൻ അവസരം ഉണ്ടാകട്ടെ. റെസിഡൻസ് അസോസിയേഷനുകൾ ഈ കാലത്ത് വളരെ ഏറെ പങ്കുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ നാട്, അവരുടെ കുട്ടികൾ നന്നായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് സുനിൽ സാറൊക്കെ നേരത്തെ സൂചിപ്പിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ ഇവിടെ ഇന്ന് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.